സൂപ്പർ സ്റ്റാർ ആര്യൻ ബിഗ് ബോസിലെ പുതിയൊരു സൂപ്പർ സ്റ്റാർ ഇറങ്ങിയിട്ടുണ്ട്. ആര്യൻ ഒരു പാൽക്കുപ്പി, വെറും പാൽക്കുപ്പി എന്ന് പറയുന്നില്ല. ഇവരൊക്കെ എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ട് ഇവനൊക്കെ ഏത് സിനിമയെ കണ്ടിട്ടുണ്ട് നിങ്ങളവനൊക്കെ എപ്പോൾ എടുത്ത് കളയണം, അപ്പോഴും എടുത്ത് കളയാൻ പറ്റുമോ അപ്പോൾ എടുത്ത് കളയണം. കുറേ പറയുന്നത് ആ സീൻ കണ്ടില്ലായിരുന്നു, മറ്റേ മുട്ട അടിക്കുന്ന. ഹലോ ഗൈസ്, അപ്പം അവങ്ങളുടെ സൂപ്പർ സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിത് ബിഗ് ബോസിൻ്റെ ഒരു ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് കണ്ടായിരുന്നു. അതിനകത്തൊരു മറ്റേ മുട്ട അടിക്കുന്ന ബിഗ് ബോസ് പുതിയൊരു ടാസ്ക് കൊടുത്തില്ലേ. 3 പേര് ചെന്നിട്ട് ബിഗ് ബോസ് പറയുന്ന ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപയുടെ ലക്ഷറി പോയിൻറ്റും ഡ്രസ്സ്, ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. ഈ സമയത്ത് ആൾക്കാർ ഇവർ ഏറ്റവും ഭയങ്കരമായിട്ട് വിചാരിച്ച് വെച്ചിരിക്കുന്നത് ആര്യൻ. എല്ലാവർക്കും ആര്യനെ മതി. ആര്യൻ കുറച്ച് വെളുപ്പും കുറച്ച് തൊലി വെളുപ്പും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെന്ത് കഴിവുള്ളത്. ഇവനെ ഇന്നലെ നോട്ടം ഇട്ട് വെച്ചതാണ്. ഇന്നലെ ഇവൻ ഒരു പരിപാടി കാണിച്ചു, മറ്റേ എനിക്കറിയാം അവൻ്റെ ഒരു ഓവർ എക്സ്പ്രഷൻ കാര്യം, അവൻ്റെ ഒരു പോടെ ഈ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ. ഇവരൊക്കെ എന്ത് ക്വാളിറ്റി ഉണ്ട്. ബിഗ് ബോസിലെ ഇപ്രാവശ്യത്തെ ഏറ്റവും സീസണാണിത്. ഏറ്റവും ഒരു ക്വാളിറ്റിയുള്ള ഒരുത്തും പോലും ഇല്ല. അപ്പാനിയുടെയും പിന്നെ മറ്റേ അക്ബറിൻ്റെ ഒക്കെ വാലെ പിടിച്ച് കിടക്കുന്നവൻ ഞാൻ സൂപ്പർ സ്റ്റാർ, എൻ്റെ കരിയർ എന്താവും. ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് നമ്മൾ തല മുട്ട അടിച്ചിട്ടാണ് ഫസ്റ്റ് ഷോട്ട് തന്നെ ചെയ്യുന്നത്. തല മുട്ട അടിച്ച് അപ്പം പറഞ്ഞു സിനിമയ്ക്ക് വേണ്ടിയൊന്നും സിനിമയെന്ന് പറഞ്ഞാൽ ഇതും ഒരു സിനിമയിലേക്കുള്ള ചെറിയൊരു വഴിയാണ്. ഈ ഒരു ക്യാരക്ടർ, ഈ ഒരു സംഭവം, ഇതിനകത്തുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ ആർക്കാണെങ്കിലും പ്രേക്ഷകർക്കൊരു ഇഷ്ടം തോന്നും. അങ്ങനത്തെ ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടും. അതിനുവേണ്ടി ശ്രമിക്കും. നിങ്ങളുടെ കുറേ ആണെന്ന് എന്ത് പറയാൻ. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ അപ്പാൻ്റെ രവി വന്നിട്ട് ആ ചാൻസ് എനിക്കിതാ, ഞാൻ പറയാം. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഗോൾ അടിക്കാനായിട്ട് നീ എൻ്റെ പേര് പറ, ഞാൻ മുട്ടടിക്കാൻ തയ്യാറാണ്, ഞാൻ മുട്ടടിക്കാൻ. അവിടെ ആ അഭിലാഷ് കറക്റ്റായിട്ട് വന്ന് പറഞ്ഞു. എല്ലാവരും കൂടി മറ്റേ മറ്റേ പാഷ്വാലിറ്റി കാണിച്ച് പിന്നെ ആര്യനും ജിസയിലും കൂടി പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അനീഷിന് കിട്ടിയ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഈ ടാസ്ക് ഇപ്പോൾ മുതൽ ഈ ടാസ്ക് തുടങ്ങുന്ന നിശബ്ദനായിട്ടിരിക്കുക. പുള്ളി അപ്പം തന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും മിണ്ടിയിട്ടില്ല പുള്ളി. അതുകൊണ്ടുകൊണ്ട് ഇവൻ വലിയ ചാണ്ട അടിച്ച് നീ ഒരു പെണ്ണല്ലേ. എന്നിട്ട് അഭിലാഷ് ചോദിച്ചപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നു പിന്നെ തുണി അഴിക്കാൻ പറഞ്ഞാൽ അഴിക്കുമോ ഒരു പെണ്ണ്, തുണി അഴിക്കാൻ പറഞ്ഞാവോ. എന്നിട്ട് പുള്ളി അപ്പുറത്ത് മാറി ഒന്ന് നിൽക്കുമോ, ജിക്സൽ നീ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവസാനം കാര്യങ്ങളൊക്കെ ഇതായി കൈവിട്ട് പോയെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ആൾക്കെല്ലാം കൂടി വെളി വന്നു. അതിൻ്റെ ഇടയ്ക്ക് അക്ബറാണ് ദേഷ്യം വന്നിട്ട് അവനെ പിടിച്ചിരിക്കുന്നത് തട്ടുന്നുണ്ട്. നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്. ഞാൻ ആ ഒരു ലെവലായി പുള്ളി ഞാൻ അങ്ങ് സൂപ്പർ സ്റ്റാർ. പുള്ളി അങ്ങ് സൂപ്പർ സ്റ്റാറുകളെ ഏതാണ്ട് പൊക്കി എല്ലാവരും അങ്ങ് സൂപ്പർ സ്റ്റാറാക്കി വെച്ചിരിക്കുക. അവൻ എന്തോ സൂപ്പർ സ്റ്റാർ. ഇവനൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കഴിവുള്ള ഒരുപാട് പേര് വെളിയിലുണ്ട്. അവർക്കൊക്കെ ചെറിയൊരു ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ ഇവനൊക്കെ തന്നെ പെർഫോം ചെയ്യാനുള്ള വീഡിയോ, ഡാൻസ് കളിച്ച് പെർഫോം ചെയ്യാവുന്ന വീഡിയോയിൽ ഇവന് അത്യാവശ്യം ഡാൻസ് അറിയാം. അത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നമ്മളെല്ലാം പറയണം. ഡാൻസ് കളിച്ച് ജിസേലുമായിട്ടുള്ളത്. പക്ഷെ എന്തെങ്കിലും ഒരു പെർഫോം കൂടി അതിനകത്തുണ്ടായിരുന്നെങ്കിൽ അപ്പാനെയൊക്കെ കാണിച്ചുണ്ടോ എന്ത് ബോറാണ് കാണിക്കുന്ന പരിപാടിയൊക്കെ. ആർക്കും ഒരു നല്ലൊരു വേദി കിട്ടിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തുമായി കാണിക്കും. അതിൻ്റെ ഇടയ്ക്ക് കലാഭവൻ സരിക അവൾ ഇവരുടെ കൂടെ അക്ബറിൻ്റെയും അപ്പാനുടെയും ഒക്കെ ചങ്ക. അതിൻ്റെ ഇടയ്ക്ക് എന്ത് പറഞ്ഞാലും മറ്റേ കരച്ചിൽ കാർഡ്, മറ്റേ ശാരി എന്തോ പറഞ്ഞൊരു കരച്ചിൽ കാർഡ് ഇറക്കി. ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് ആ കുരുവെട്ടിപ്പോയി. ഇവൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ കൊണ്ടുപോയി പോരാ ഈ സാധനം എന്ത് ഇങ്ങനെയൊക്കെ ആവും വരുന്നത്. പക്ഷെ എന്ത് പറയാൻ, ഇങ്ങനെയുള്ളവനൊക്കെ ബിഗ് ബോസ്, ഓപ്പിലൊരു ബിഗ് ബോസ്. അല്ല ഇവനൊക്കെ എന്ത് ക്വാളിറ്റി ഉള്ളത്. അല്ല പിന്നെ അവൻ ആ മുടി വെട്ടിയിരുന്നില്ല, അത് അവന്മാർ പറയുന്നുണ്ട്. മുടി വെട്ടിയിരുന്നെങ്കിൽ ഹീറോ ആയേനെ സത്യം. അവൻ എൻ്റെ ഇടയ്ക്ക് പറയുന്നു പിന്നെ മുടി വെട്ടി ഞങ്ങളുടെ കൾച്ചർ അച്ഛൻ മരിക്കുന്ന പോലെയാണ്. എന്നിട്ട് അവസാനം ഇതെല്ലാം പരിപാടി കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിൽക്കുന്നു, അനുമോളോടുമായിട്ട് സംസാരിക്കുന്നു. ഒരു 5000 പോയിൻ്റൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തലമുട്ട അടിച്ചില്ല. അപ്പോൾ അനുമോൾ ചോദിക്കും അപ്പം നിനക്ക് അച്ഛനെ വേണ്ടതെന്ന്. ഇങ്ങനെയുള്ള കുറേ അമ്മമാരൊക്കെ എന്താ പറയുക. എന്നിട്ട് അവൻ വെളി വന്നിട്ട് അവൻ്റെ കുറേ ആംഗ്യ ഭാഷ. ഇവർ വെറും പാൽക്കുപ്പി. അവനൊക്കെ കുറേ തൊലിവെളുപ്പും കുറേ പൈസ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവന്മാരൊക്കെ കയറി. ഇവരൊക്കെ എന്ത് ക്വാളിറ്റി കൊണ്ട് കയറി വന്നത് ആർക്കറിയാം. ഓക്കെ ഗൈസ്, ഇതൊന്നും നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, താങ്ക് യു. എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.